ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്ന ഒരു പെറ്റ് ഫാമിലേക്കാണ്. അതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് ട്രിവാൻഡ്രം പള്ളിച്ചൽ ഭാഗത്ത് പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ടാണ്. ഈ പെറ്റ് ഫാമിൻ്റെ പേര് പോപ്പുലർ ഫാം ഹൗസ് എന്നാണ്. പോകാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കുക, എന്നിട്ട് പോവാം. ഇവിടെ ടിക്കറ്റ് ഉണ്ട്. ആക്ച്വലി ഞാനിത് 2 months ഈ വീഡിയോ എടുത്ത് വെച്ചിട്ടാണ്. ടിക്കറ്റ് റേറ്റ് ഞാൻ മറന്നുപോയി. ഈ ഫാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെയുള്ള മോസ്റ്റ് ഓഫ് ദ ആനിമൽസിനെയും കയ്യിലെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കൂടെ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സാണ് ഉള്ളത്. ആക്ച്വലി ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഇവിടെ പോയിട്ട് എനിക്കുണ്ട എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഞാനിവിടെ പോകാനുള്ള റീസണേ നമുക്ക് ആനിമൽസിനെ കയ്യിലെടുക്കാൻ പറ്റും എന്നതുകൊണ്ടാണ്. അങ്ങനെ വലിയ പേടിയില്ലാത്ത ആളൊന്നും അല്ല ഞാൻ. നല്ല പേടിത്തൊറിയാണ്. പക്ഷേ അതൊരു എക്സ്പീരിയൻസ് അല്ലേ ഇങ്ങനെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുത്തത് പാമ്പിനെയാണ്. പാമ്പിനോട് എനിക്ക് വലിയ പേടിയില്ല, എന്നാലും പേടിയുണ്ട് കേട്ടോ, ചെറിയൊരു പേടിയുണ്ട്. ഇവൻ്റെ കണ്ണ് വന്നിട്ട് റെഡായിരുന്നു, നല്ല രസമായിരുന്നു. വേറെയും പാമ്പുകളുണ്ട്, അപ്പം നമുക്ക് എല്ലാത്തിനും എടുക്കാൻ പറ്റില്ല. അവരുടെ ഫീഡിങ് ടൈം അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ടൈമുണ്ട്, അപ്പോൾ അതനുസരിച്ച് എടുക്കാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഗ്വാനേനെയാണ് എടുത്തത്. ഗ്രീൻ ഇഗ്വാനേനെ നമ്മൾ പലയിടത്തുമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത്. ആദ്യം കണ്ടപ്പോൾ ഒരു പേടി തോന്നി, പിന്നെ കുഴപ്പമുണ്ടായില്ല. അതിനുശേഷം ഇവനാണ് ഉടുമ്പ്. ഇവനെ തൊട്ടപ്പം ഞാനൊന്ന് പേടിച്ചു കേട്ടോ. കാരണം ഇവൻ്റെ കളറ് എൻ്റെ ഡ്രസ്സിൻ്റെ കളറൊക്കെ ഏതാണ്ടൊക്കെ ഒരുപോലെ ഉണ്ടല്ലേ. ഇവൻ്റെ സ്കിന്ന് വന്നിട്ട് ഭയങ്കര റഫാണ് കേട്ടോ. അപ്പോൾ ലെതർ പോലത്തെ സ്കിന്നെന്നാണ് പറഞ്ഞത്. മറ്റേ ഗ്രീൻ ഇഗ്വാനയ്ക്ക് നല്ല സോഫ്റ്റായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് പേടിയായി. പിന്നെ കുഴപ്പമില്ല, മുഖത്ത് ധൈര്യമൊക്കെ ഞാൻ സംഭരിച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഈ ഇഗ്വാന ഇച്ചിരി ഡേഞ്ചറാണ്. അവനെ വെളിയിലെടുക്കാൻ നമുക്കെടുക്കാൻ പറ്റില്ല. ഇവൻ നോൺ വെജ് മാത്രം കഴിച്ചിരുന്ന ഇഗ്വാനയുണ്ട്, ഇച്ചിരി ഡേഞ്ചർ എന്നാണ് പറഞ്ഞത്. ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ ആ ചേട്ടൻ്റെ കയ്യിലൊക്കെ നല്ല പണി കൊടുത്തിട്ടുണ്ട് ഇവൻ. അത് ആ ചേട്ടൻ കാണിക്കുമായിരുന്നു. ഇവന് ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ചുറ്റും, അപ്പോൾ കൈയുടെ റിസ്റ്റിനൊക്കെ പ്രശ്നം വരും ചേട്ടൻ പറഞ്ഞു. ഈ ഐറ്റം വന്ന് 22 hours ഉറക്കമുള്ള ഒരു ഐറ്റം ആണെന്നാണ് പറഞ്ഞത്. ഇവൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് എടുക്കണമെന്ന് തോന്നിയില്ല. പിന്നെ അവനെൻ്റെ കൈ വന്നപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അവൻ ആ കൈ കിടന്ന് അങ്ങനെ ഉറങ്ങുന്നുണ്ട്. അവനെ കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടില്ലേ. അവൻ കൈ കിടന്ന പാടെ ഉറങ്ങി കേട്ടോ. എനിക്ക് അവനെ തിരിച്ച് കൊടുക്കാനേ തോന്നിയില്ല. എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ഇവൻ. ഇവൻ കിടന്നുറങ്ങി. തിരിച്ച് ഇവൻ ആകെ എണീക്കുന്നത് ഫുഡ് കഴിക്കാനും കാര്യം സാധിക്കാൻ മാത്രമാണ്. തിരിച്ച് കയറ്റി ഉടനെ അവൻ്റെ ഫുഡ് കഴിക്കുന്ന ടൈം അവൻ എണീച്ച് ഫുഡ് കഴിച്ച് കിടന്നു. ഇവനാണ് ഞാൻ പറഞ്ഞ മറ്റേ ഡേഞ്ചറസ് ഐറ്റം. ചേട്ടൻ നമുക്ക് കാണിക്കാൻ വേണ്ടി വെളിയിലെടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇവരെയൊന്നും ഞാൻ എടുത്തില്ല. ഇത് മുള്ളൻപന്നി നമ്മുടെ. പക്ഷേ ഇയാൾ വന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൈയും കാലും മുഖമൊക്കെ അകത്തിട്ട് ഉണ്ടയായിട്ട് മാറും എന്ന് പറയും. ഇനി നമ്മുടെ മറ്റാൾ ഇവനാണ് നമ്മുടെ പുലിമുരുകൻ സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന ആ ബ്രീഡ് പോലത്തെ ഒരാൾ. അതിനുശേഷം നമ്മൾ ഫാൻസി കോഴിയെ കണ്ടു. പിന്നെ പശു, കാള, കുതിര, അങ്ങനെ ആട്, അങ്ങനെ കുറേ ആൾക്കാരെ നമ്മളിവിടെ കണ്ടു. അധികം ചിലവരൊക്കെ ഇച്ചിരി പ്രശ്നക്കാരാണ്, ചിലവർ പിന്നെ ഇച്ചിരി നല്ല പാവങ്ങളാണ് കേട്ടോ. എല്ലാവരെയും ഞാൻ പറഞ്ഞിട്ട് തൊടാൻ പറ്റില്ല, കുറച്ച് പേരെ തൊടാൻ പറ്റും. പിന്നെ ഇവൻ വന്നിട്ട് അവിടെ ഓൾമോസ്റ്റ് ഉള്ള ഓരോരുത്തർക്കും ഒരു പ്രത്യേകതയുണ്ട്. ഇവന് കമ്മൽ, മാല, വള, മോതിരം എന്നീ ഐറ്റങ്ങളോട് വല്ലാത്ത കമ്പമാണ്. ഇവൻ കയറിയത് പാടെ ഞാൻ കാത് പൊത്തിയപ്പോൾ ഇവൻ എൻ്റെ മാല കടിച്ചെടുത്ത്. പിന്നെ ഡേഞ്ചറൊന്നും അല്ല കേട്ടോ. അതിനുശേഷം നമ്മൾ ആ സ്കൂളിൻ്റെ ഓരോ സൈഡിൽ പോയി ഓരോരുത്തരെ കാണുന്നു. ഇവനെ വെളിയിലിറക്കാറില്ല. വെളിയിലിറങ്ങി ഇവൻ തിരിച്ച് കയറി ഇച്ചിരി പാടാന്ന് പറഞ്ഞു. ഈ ഇരിക്കുന്ന ഐറ്റത്തിൽ നമ്മുടെ വൈറ്റ് കളർ ബേർഡ് മാത്രം സംസാരിക്കുന്നതാണ്. അപ്പം ഞാൻ കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി അവനോടൊന്ന് സംസാരിക്കാൻ. അവൻ മൈൻഡ് പോലും ചെയ്തില്ല. അപ്പോൾ കുറച്ച് നേരം ഞാനതിനെ കാണിച്ചു. നമുക്ക് ലാസ്റ്റ് അവനാണുള്ളത്, ലാസ്റ്റത്തെ കൂടിലാണ് അവനുള്ളത്. അവനോടൊരു ഹായ് ഹലോ ഒക്കെ അവൻ തിരിച്ച് പറയുന്നത് പറഞ്ഞതേ. അവനോട് ഞാൻ കുറേ ട്രൈ ചെയ്തു, സംസാരിച്ചില്ല. അതിനുശേഷം നമ്മൾ മീൻ, ബേർഡ്സ്, മുയൽ, കോഴി, അങ്ങനെയുള്ള കുറച്ച് ചെറിയ ഐറ്റംസൊക്കെ വിറ്റിരിക്കുന്ന സ്ഥലത്ത് പോയി നിറയെ കളർഫുൾ മീനുണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് അതിനെ കണ്ടതിന് ശേഷം നമ്മൾ മുയലിനെയും ബേർഡ്സിനെയൊക്കെ കാണാൻ വേണ്ടി കയറി. ഇവരിങ്ങനെ തുറന്ന് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഈ കൂട് എപ്പോഴും ലോക്കായിരിക്കും.
നമ്മൾ അകത്ത് കയറുമ്പോൾ തന്നെ ഫീഡ് ചെയ്യാൻ വേണ്ടി അവിടെ ഫുഡ് വെച്ചിരിക്കുക. അത് നമ്മൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഇത് പറന്ന് വന്ന് നമ്മുടെ കയ്യിലിരിക്കും. ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ 2 കയ്യിലും വെച്ചില്ല, ഞാൻ ഒരു കയ്യിൽ മാത്രമേ വെച്ചു. ഇവിടെ നമ്മൾ താഴെ നടക്കാൻ വെച്ചിട്ട് നല്ലവണ്ണം സൂക്ഷിക്കണം. കുഞ്ഞു കുഞ്ഞു ബേർഡ്സുകൾ ഇങ്ങനെ താഴെ കണ്ടോ, ഇങ്ങനെ നിൽപ്പുണ്ട്. അറിയാണ്ട് വല്ലതും ചവിട്ടിപ്പോയാൽ തീർന്നു. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നടക്കണം. ഇവന്മാരാ മുകളിലും താഴെയൊക്കെ ഈ ഫുഡ് നിലത്ത് കിടക്കുന്നത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവർ. ഇതിങ്ങനെ കണ്ടതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചതും ഇവന്മാരെയാണ്. ഞാനൊരു ഭയങ്കര വലിയ ഡോഗ് ലവറാണ്. അപ്പോൾ ഇവന്മാരൊന്ന് തൊടണം, ഒന്ന് അടുത്ത് കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്കാഗ്രഹം. അതിൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നത്. പക്ഷേ ഉറക്കപ്പിച്ചിലൊക്കെ എണീറ്റ് വന്നു. പേടിയൊക്കെ ഉണ്ട്. ലവറാണെന്നൊക്കെ, ഡോഗ് ലവറാണെന്നൊക്കെ പറഞ്ഞാലും പേടിയൊക്കെ ഉണ്ട്. ഫസ്റ്റ് ടൈം കാണുമ്പോൾ കടിക്കുമോ എന്താണെന്നറിയില്ല, അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. പക്ഷെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അവൻ്റെ മുഖം കണ്ടാൽ ഒരു പാവപ്പെട്ട അച്ഛൻ്റെ മുഖം. അവനങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ഞാൻ കുറച്ച് നേരം ചിലപ്പം ബാക്കിലൊരാൾ ഭയങ്കര ബഹളമാണ്. അവനെ ഇറക്കാത്തതിൻ്റെ, എന്നെ മാത്രം ഇറക്കിയിട്ടില്ല എന്നുള്ള ബഹളമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ ഇറക്കിയിട്ടുണ്ടായി. ഈ ബ്ലാക്ക് ടീഷർട്ടാണ് ഇവരുടെ ട്രെയിനർ, ഡോഗിൻ്റെ ട്രെയിനർ. അപ്പോൾ ആളെ കണ്ടപ്പോൾ തന്നെ രണ്ടുപേരും ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു കേട്ടോ. ഇവനെ ഇറക്കി അവനവിടെ കെട്ടിയിട്ടു. അപ്പോൾ എന്നോട് ട്രെയിനർ പറഞ്ഞു, വന്നോ നിങ്ങൾ തൊട്ടോ, കുഴപ്പമൊന്നുമില്ല, അവൻ പാവമാണ്, കണ്ടാലൊരു ആചാരബാഹു പോലെ ഇരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഞാനവനെ കുറച്ച് നേരം തൊട്ടിട്ട് ഞാൻ തിരിച്ച് നടക്കാൻ വേണ്ടി പോയപ്പോൾ അവനെന്നെ തിരിഞ്ഞു നോക്കുന്നു, എന്തേ ഇത്രയും നേരം തടവി കഴിഞ്ഞു എന്ന്. പിന്നെ ഇപ്പം മറ്റവനടിച്ച് ഞാൻ തള്ളി മുക്കും കുത്തി തറ വീണേനെ. പിന്നെയും ഞാൻ അവനെ പോയി കുറച്ച് നേരം കൂടെ തടവിയതിന് ശേഷം നമുക്കിനി 2 പേരെ അവിടെ കാണാനുണ്ട്. ദാ എത്തി നോക്കുന്നവൻ. ഈ ലാസ്റ്റാണ് എന്നെ കാണാൻ വന്നിരുന്ന മട്ടിൽ. പിന്നെ നമ്മുടെ ദുബായിൽ മാത്രം കണ്ടുവരുന്ന അൽ ഒട്ടഹേനയും കൂടെ കണ്ട് കൈയൊക്കെ കഴുകി നമ്മൾ ഫാം വിസിറ്റൊക്കെ കഴിഞ്ഞ് തിരിച്ച് പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണാം. ബൈ.